ആവേശമായി രാഹുൽ. ഇടതുപക്ഷത്തെ പുകഴ്ത്തിയും ആചാരം സംരക്ഷിക്കുമെന്ന് പ്രഖ്യാപിച്ചും രാഹുൽ ഗാന്ധിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണം. നരേന്ദ്രമോദി സർക്കാർ ഭരണഘടനാ സ്ഥാപനങ്ങളെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ ഇടതുപക്ഷം ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ഇന്ന് നടത്തിയ മാരത്തൺ പര്യടനത്തിനിടെ ഒരിടത്തും രാഹുൽ സിപിഎമ്മിനെ വിമർശിച്ചില്ല. ശബരിമലയുടെ പേരെടുത്തു പറയാതെയാണ് ആചാരം സംരക്ഷിക്കാൻ കോൺഗ്രസ് നിലകൊള്ളുമെന്ന് രാഹുൽ പ്രഖ്യാപിച്ചത്. സിപിഎമ്മിനെ വിമർശിക്കില്ലെന്ന് വയനാട്ടിൽ പറഞ്ഞത് പാലിച്ചും ആചാര സംരക്ഷണത്തിനായി നിലകൊള്ളുമെന്ന് പ്രഖ്യാപിച്ചുമായിരുന്നു രാഹുലിന്റെ പ്രചാരണം. ശബരിമല ഉൾപ്പെടുന്ന പത്തനംതിട്ടയിലെ യോഗത്തിലാണ് രാഹുൽ ഗാന്ധി ആചാര സംരക്ഷണത്തിൽ നിലപാട് പ്രഖ്യാപിച്ചത്. ആരുടെയും വിശ്വാസത്തെ മുറിവേൽപ്പിക്കരുത് എന്നാണ് കോൺഗ്രസ് നിലപാട്. in allowing all people to express their faith, express their belief, express their sentiments. പതിവ് പോലെ ബിജെപിയെ കടന്നാക്രമിച്ച കോൺഗ്രസ് അധ്യക്ഷൻ ഒരു യോഗത്തിൽ പോലും സിപിഎമ്മിനെ വിമർശിച്ചില്ല. രാവിലെ പത്തനാപുരത്തെ യോഗത്തിൽ സിപിഎമ്മിന് കൂടി നന്ദി പറഞ്ഞായിരുന്നു തുടക്കം. Thank every single Keralite, regardless of whether he is in the Congress, CPM or any other party. I want to thank every single Keralite for giving me the honor, allowing me the honor to represent your voice. പത്തനാപുരത്തെയും പത്തനംതിട്ടയിലെയും യോഗങ്ങൾക്ക് ശേഷം ആലപ്പുഴയിലെത്തിയതോടെ ഒരു പടി കൂടി കടന്നു. ബിജെപി ഭരണഘടനാ സ്ഥാപനങ്ങൾ തകർക്കാൻ ശ്രമിക്കുമ്പോൾ ഇടതുപക്ഷം അതൊരിക്കലും ചെയ്യില്ലെന്നായിരുന്നു പ്രശംസ. Main fight in this country today is to stop the BJP and the RSS. But the left has never done what the RSS is doing. The left has never questioned the institutions of this country. The left has never questioned the constitution of this country. യോഗങ്ങളിലെല്ലാം കോൺഗ്രസിന്റെ ന്യായ് പദ്ധതി വിശദീകരിച്ചായിരുന്നു പ്രസംഗം. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് 18 ആലപ്പുഴ. രാഹുൽ ഗാന്ധിക്ക് മറുപടിയുമായി മുഖ്യമന്ത്രി. കേരളത്തിന്റെ മഹിമ കണ്ട് ഇങ്ങോട്ട് വന്നത് ആരെ നേരിടാനാണെന്ന് മുഖ്യമന്ത്രി ചോദിച്ചു. ഇവിടെ ആരെയാണ് തകർക്കാൻ ശ്രമിക്കുന്നത്? ഇടതുപക്ഷത്തിന്റെ ശക്തി വയനാട്ടിൽ കാണാം. രാഹുൽ വന്നതുകൊണ്ട് ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്നും പിണറായി പാലക്കാട് പറഞ്ഞു. കേരളത്തിന്റെ ഒരു മഹിമ കണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നതാണ്. മലയാളി എന്ന് പറഞ്ഞാൽ രാജ്യമാകെ അംഗീകരിക്കേണ്ട ഒരു കൂട്ടമാണ്. അതുകൊണ്ട് ഇങ്ങോട്ട് വന്നതാണ്. തരക്കേടില്ലത്. ആരെ നേരിടാനാ? ഇടതുപക്ഷത്തെയാണ് തകർക്കേണ്ടത് എന്ന സന്ദേശമാണോ ഇപ്പൊ നൽകേണ്ടത്? നിങ്ങൾ വന്നതുകൊണ്ട് ഇവിടെ ഇടതുപക്ഷത്തെ ഒന്നും തകർക്കാൻ കഴിയില്ല. അത് വേറെ കാര്യം. കെ എം മാണിയുടെ ഉപദേശങ്ങൾ എപ്പോഴും തനിക്ക് പ്രചോദനമായിരുന്നുവെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി. പാലായിലെ മാണിയുടെ വസതിയിലെത്തി കുടുംബാംഗങ്ങളെ രാഹുൽ ഗാന്ധി ആശ്വസിപ്പിച്ചു. ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് രാഹുൽ ഗാന്ധി എത്തിയത്. പത്തനംതിട്ടയിലെ തെരഞ്ഞെടുപ്പ് പരിപാടി പൂർത്തിയാക്കിയ ശേഷമാണ് രാഹുൽ ഗാന്ധി പാലയിലെ കരിങ്ങോഴക്കൽ വീട്ടിലെത്തിയത്. മകൻ ജോസ് കെ മാണി രാഹുലിനെ സ്വീകരിച്ചു. തുടർന്ന് 10 മിനിറ്റോളം കുടുംബാംഗങ്ങളുമായി കൂടിക്കാഴ്ച. പുറത്തിറങ്ങിയ രാഹുൽ മാണിയെക്കുറിച്ചുള്ള ഓർമ്മകൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ പങ്കുവച്ചു. He was a towering leader, a voice of the people of Kerala. As a senior leader with tremendous experience, as somebody I would listen to and appreciate. AICC സെക്രട്ടറി മുകുൾ വാസ്നിക്, പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തുടങ്ങിയ കോൺഗ്രസ് നേതാക്കളും രാഹുലിനൊപ്പം എത്തിയിരുന്നു. ന്യൂസ് 18 കോട്ടയം. പ്രസംഗ പരിഭാഷ ദുരന്തത്തിൽ കുടുങ്ങി PJ കുര്യനും. പത്തനംതിട്ടയിലെ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം മൊഴിമാറ്റിയപ്പോൾ പലപ്പോഴും കുര്യന് നാവു പിഴച്ചു. ബഹളം മൂലം പ്രസംഗം കേൾക്കാൻ കഴിയാത്തതാണ് തിരിച്ചടിയായതെന്ന് PJ കുര്യൻ വിശദീകരിച്ചു. പാർട്ടി പറയുന്നത് കുര്യനും കുര്യൻ പറയുന്നത് പാർട്ടിയും കേൾക്കുന്നില്ല എന്നായിരുന്നു രാജ്യസഭ ഡെപ്യൂട്ടി ചെയർമാൻ ആയിരുന്നപ്പോഴുള്ള പരാതി. അത് അക്ഷരാർത്ഥത്തിൽ നേരിട്ട് കാണുകയായിരുന്നു പത്തനംതിട്ടക്കാർ. രാഹുലിന്റെ പ്രസംഗം പരിഭാഷപ്പെടുത്താൻ വേദിയിൽ കയറിയ കുര്യന് തുടക്കം മുതൽ പിഴച്ചു. പരിഭാഷ പിഴച്ചതോടെ പരിഭ്രമം കൂടി. പലപ്പോഴും രാഹുൽ ഗാന്ധിയുടെ വാക്കുകളിൽ നിന്ന് PJ കുര്യൻ വഴിമാറുകയും ചെയ്തു. പ്രസംഗം കേൾക്കാൻ കഴിയാഞ്ഞതാണ് തെറ്റുകൾക്ക് കാരണമെന്നാണ് കുര്യൻ നൽകുന്ന വിശദീകരണം. വാക്കുകൾ അവ്യക്തമായപ്പോൾ പ്രവർത്തകർ കൂവി വിളിച്ചു. പരിഭാഷയ്ക്ക് മറ്റൊരാളെയാണ് മണ്ഡലം കമ്മിറ്റി തീരുമാനിച്ചിരുന്നതെങ്കിലും PJ കുര്യൻ ദൗത്യം സ്വയം ഏറ്റെടുക്കുകയായിരുന്നുവെന്നാണ് വിവരം.
സോണിയയും രാഹുലും ഉൾപ്പെടെയുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെ നല്ല പുസ്തകത്തിലായിരുന്നില്ല ഏറെക്കാലമായി കുര്യൻ. ന്യൂസ് 18 പത്തനംതിട്ട. പ്രചാരണത്തിനായി രാഹുൽ ഗാന്ധി നാളെ വയനാട്ടിലെത്തും. 3 പൊതുയോഗങ്ങളിലാണ് രാഹുൽ പങ്കെടുക്കുന്നത്. തിരുനെല്ലി ക്ഷേത്രത്തിലാണ് കോൺഗ്രസ് അധ്യക്ഷൻ മണ്ഡലത്തിൽ ആദ്യം എത്തുക. ഉച്ചയ്ക്ക് 1:20 തിരുവമ്പാടിയിലെ പൊതുയോഗത്തിന് ശേഷം 2:30 വണ്ടൂരിലെത്തും. ശബരിമല പ്രശ്നത്തിൽ വിശ്വാസികളോടൊപ്പം നിൽക്കുമെന്ന് ആവർത്തിച്ച് ബിജെപി അധ്യക്ഷൻ അമിത് ഷാ. സുപ്രീംകോടതി വിധിയുടെ മറവിൽ കേരള സർക്കാർ അക്രമങ്ങൾ കാണിച്ചു. ശബരിമലയിലെ ആചാരങ്ങളും വിശ്വാസങ്ങളും സംരക്ഷിക്കാൻ നടപടിയെടുക്കും. ശബരിമലയുടെ പവിത്രത ഇല്ലാതാക്കാൻ ആരെയും അനുവദിക്കില്ലെന്നും അമിത് ഷാ പറഞ്ഞു. केरल की सरकार ने भी सबरीमाला के श्रद्धालुओं पर सुप्रीम कोर्ट के ऑर्डर के बहाने बहुत सारे झूठ उठाने का काम किया है कि भारतीय जनता पार्टी सबरीमाला के श्रद्धालुओं के साथ चट्टान की तरह हर संघर्ष के अंदर खड़ी है और उनके हर संघर्ष के अंदर कंधे से कंधा मिलाकर भारतीय जनता पार्टी संघर्ष करने के लिए तैयार है. आस्था और विश्वास के विषय को संवैधानिक संरक्षण मिले, इसके लिए भारतीय जनता पार्टी कटिबद्ध है कि सबरीमाला के मंदिर की पवित्रता नष्ट करने का जो कार्यक्रम कम्युनिस्ट सरकार ने चलाया है, भारतीय जनता पार्टी उसका पुरजोर विरोध करती है और हम इसके लिए कोई भी संघर्ष करने के लिए तैयार हैं. ഇപ്പോൾ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ തിരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ സംസാരിക്കുകയാണ്. തത്സമയ സംരക്ഷണത്തിലേക്ക്. അനുവാദമോ അനുമതിയോ ഇല്ലാതെ ആ ബിസിനസ് സംരംഭം തുടരാനും 3 വർഷത്തേക്ക് മുൻപോട്ട് കൊണ്ടുപോകാനും സാധിക്കും. Start your business. Get people working. Help solve the unemployment problem. And 3 years later, once your business is ready, once you're making money, come and take whatever permission you need. നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങളുടെ വ്യവസായം തുടങ്ങുക, ആളുകൾക്ക് തൊഴിൽ നൽകുക, വിജയകരമായി മുൻപോട്ട് പോവുക. 3 വർഷങ്ങൾ കഴിഞ്ഞ് ഈ രാജ്യത്തെ തൊഴിലില്ലായ്മയുടെ പ്രശ്നം പരിഹരിക്കാൻ നിങ്ങൾ സഹായിക്കുക. 3 വർഷം കഴിഞ്ഞ് നിങ്ങളുടെ വ്യവസായം വിജയകരമായി മുൻപോട്ട് പോകുന്നെങ്കിൽ മാത്രം നിങ്ങൾ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളിൽ വന്ന് അനുമതി തേടുക. That is the wisdom of the Indian people. ഇതാണ് ഇന്ത്യൻ ജനതയുടെ വിവേകം, ഇന്ത്യൻ ജനതയുടെ ബുദ്ധി. ഇതാണ് അവർ നൽകിയ ആശയം. We had a similar conversation with thousands and thousands of fishermen. ഇതുപോലെയുള്ള സമാനമായ സംഭാഷണങ്ങൾ ഈ രാജ്യത്തെ ആയിരക്കണക്കിന് മത്സ്യത്തൊഴിലാളികളുമായി ഞങ്ങൾ നടത്തുകയുണ്ടായി. Those same fishermen who saved thousands and thousands of lives when the floods came. അതേ മത്സ്യത്തൊഴിലാളികൾ കേരളത്തിലെ പ്രളയം വന്നപ്പോൾ ആയിരക്കണക്കിന് ജീവനുകളെ രക്ഷിച്ച ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളെ പോലെയുള്ളവരോട് ഞങ്ങൾ വളരെയധികം സംഭാഷണം നടത്തി. Who sacrificed everything they had to protect other people. ആരാണ് അവർ? തങ്ങൾക്കുണ്ടായിരുന്ന എല്ലാം ത്യാഗം ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ സംരക്ഷിക്കാൻ വേണ്ടി ജീവൻ പോലും ബലികഴിക്കാൻ തയ്യാറായ നമ്മുടെ നാട്ടിലെ മത്സ്യത്തൊഴിലാളികൾ. We asked them, what would you like us to do? ഞങ്ങൾ അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിൽ രാഹുൽ ഗാന്ധി സംസാരിക്കുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ 2ാം ഘട്ട പരസ്യപ്രചാരണം അവസാനിച്ചു. തുടർച്ചയായ പെരുമാറ്റച്ചട്ട ലംഘനങ്ങളുടെ പശ്ചാത്തലത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കർശന നിരീക്ഷണത്തിലായിരുന്നു കൊട്ടിക്കലാശം. 13 സംസ്ഥാനങ്ങളിലെ 97 മണ്ഡലങ്ങൾ മറ്റന്നാൾ വിധിയെഴുതും. വിദ്വേഷ പ്രസംഗങ്ങളെ തുടർന്ന് നേതാക്കളെ വിലക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടികൾ ശക്തമാക്കിയതിനിടെയാണ് 2ാം ഘട്ട പരസ്യപ്രചാരണത്തിന് തിരശ്ശീല വീണത്. 13 സംസ്ഥാനങ്ങളിലെ 97 മണ്ഡലങ്ങളിലും കൊട്ടിക്കലാശത്തിന് കർശന നിരീക്ഷണം ഏർപ്പെടുത്തിയിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഛത്തീസ്ഗഡിലും ഒഡീഷയിലുമാണ് പര്യടനം നടത്തിയത്. അമിത്ഷാ കർണാടകത്തിലെ പ്രചാരണത്തിൽ പങ്കെടുത്തു. രാഹുൽ ഗാന്ധി കേരളത്തിലായതിനാൽ മറ്റു നേതാക്കൾ കോൺഗ്രസിനു വേണ്ടി കൊട്ടിക്കലാശത്തിൽ അണിനിരന്നു. 39 സീറ്റുകളുള്ള തമിഴ്നാട്ടിൽ ഒറ്റഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകും. കർണാടകത്തിൽ 14 മണ്ഡലങ്ങളിലും വോട്ടെടുപ്പ് നടക്കും. ഉത്തർപ്രദേശിൽ വോട്ടെടുപ്പ് നടക്കുന്ന 8 മണ്ഡലങ്ങളിൽ 4 സംവരണ മണ്ഡലമാണ്. മഹാരാഷ്ട്രയിലെ 10, അസം, ബീഹാർ, ഒഡീഷ സംസ്ഥാനങ്ങളിലെ 5 വീതം മണ്ഡലങ്ങളിലും പരസ്യപ്രചാരണം സമാപിച്ചു. മാവോയിസ്റ്റ് സ്വാധീന മേഖലയായ കാങ്കർ ഉൾപ്പെടെ ഛത്തീസ്ഗഡിലെ 3 മണ്ഡലങ്ങളും ജമ്മുകാശ്മീരിലെ ശ്രീനഗർ, ഉധംപൂർ മണ്ഡലങ്ങളും മറ്റന്നാൾ പോളിംഗ് ബൂത്തിലെത്തും. KP അഭിലാഷ്, ന്യൂസ് 18, ഡൽഹി.
കർണാടകത്തിലും തമിഴ്നാട്ടിലും ആദായ നികുതി വകുപ്പിന്റെ വ്യാപക റെയ്ഡ്. കർണാടകത്തിൽ കോൺഗ്രസ് ജെഡിഎസ് നേതാക്കളുടെ വീടുകളിലും ഓഫീസുകളിലുമായിരുന്നു പരിശോധന. പൊതുമരാമത്ത് മന്ത്രി എച്ച്.ഡി. രേവണ്ണയുടെ ഹസനിലെ വീട്ടിലും മന്ത്രിമാരായ പുട്ടരാജു, ഡി.സി. തമന്ന എന്നിവരുടെ വസതികളിലും റെയ്ഡ് നടത്തി. തമിഴ്നാട്ടിൽ DMK നേതാക്കളുടെ വീടുകളിലാണ് പരിശോധന നടത്തിയത്. തമിഴ്നാട്ടിൽ മൊത്തം 135 കോടി രൂപയുടെ കള്ളപ്പണം പിടികൂടിയിട്ടുണ്ട്. വിദ്വേഷ പ്രസംഗം നടത്തിയ നേതാക്കൾക്കെതിരായ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിയിൽ തൃപ്തി അറിയിച്ച് സുപ്രീംകോടതി. കമ്മീഷൻ സ്വന്തം അധികാരങ്ങളിലേക്ക് ഉണർന്നതായി തോന്നുന്നുവെന്ന് ചീഫ് ജസ്റ്റിസ് ചൂണ്ടിക്കാട്ടി. കമ്മീഷൻ ഏർപ്പെടുത്തിയ പ്രചാരണ വിലക്കിനെതിരെ മായാവതി നൽകിയ ഹർജി അടിയന്തരമായി പരിഗണിക്കണമെന്ന ആവശ്യം കോടതി തള്ളി. മായാവതി, ആദിത്യനാഥ്, മേനകാ ഗാന്ധി, അസം ഖാൻ എന്നിവർക്കുള്ള പ്രചാരണ വിലക്ക് നിലവിൽ വന്നു. അതേസമയം മുസ്ലിങ്ങൾ മോദിക്കെതിരെ നിലപാട് സ്വീകരിച്ച് കോൺഗ്രസിന് വോട്ട് ചെയ്യണമെന്ന നവ്ജോത് സിംഗ് സിദ്ധുവിന്റെ പരാമർശവും വിവാദമായി. ശബരിമല വിഷയം പ്രചാരണ ആയുധമാക്കിയെന്നാരോപിച്ച് പ്രധാനമന്ത്രിക്കെതിരെ CPM കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. ശബരിമലയെയും അയ്യപ്പനെയും തിരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കരുതെന്ന കമ്മീഷൻ നിർദ്ദേശം പ്രധാനമന്ത്രി ലംഘിച്ചുവെന്ന് കാട്ടിയാണ് പരാതി. ശബരിമലയിലെ വിശ്വാസം കമ്മ്യൂണിസ്റ്റുകൾ നശിപ്പിച്ചുവെന്നും BJP വിശ്വാസം സംരക്ഷിക്കുമെന്നുമായിരുന്നു തേനിയിലും ബാംഗ്ലൂരുവിലും പ്രധാനമന്ത്രി പറഞ്ഞത്. വിശ്വാസത്തെ സംസ്ഥാന സർക്കാരിനെതിരായ പ്രചാരണ വിഷയമാക്കുന്നതിലൂടെ ഒരു വിഭാഗം വിശ്വാസികളുടെ മാത്രം വോട്ട് അഭ്യർത്ഥിക്കുകയാണ് പ്രധാനമന്ത്രിയെന്ന് CPM പരാതിയിൽ പറയുന്നു. വയനാടിനെ പാകിസ്ഥാനോട് ഉപമിച്ച അമിത്ഷായ്ക്കെതിരെ മുസ്ലിം ലീഗ് പരാതി നൽകി. വിദ്വേഷ പ്രസംഗത്തിൽ നടപടി ആവശ്യപ്പെട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ലീഗ് പരാതി നൽകിയത്. അമിത്ഷായ്ക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യണമെന്നും പരാതിയിൽ ആവശ്യപ്പെടുന്നു. കമ്മീഷൻ നടപടിയെടുത്തില്ലെങ്കിൽ കോടതിയെ സമീപിക്കുമെന്ന് ലീഗ് നേതാക്കൾ അറിയിച്ചു. രാഹുൽ ഗാന്ധി വയനാട്ടിൽ നടത്തിയ റോഡ് ഷോ കണ്ടാൽ പാകിസ്ഥാനിലാണ് റാലി നടന്നതെന്ന് തോന്നുമെന്നായിരുന്നു അമിത്ഷായുടെ പരാമർശം. മുസ്ലിം പള്ളികളിൽ സ്ത്രീകൾക്ക് ആരാധന നടത്താനുള്ള വിലക്ക് ഭരണഘടനാ വിരുദ്ധമായി പ്രഖ്യാപിക്കണമെന്ന ഹർജിയിൽ സുപ്രീംകോടതി നോട്ടീസ് അയച്ചു. കേന്ദ്ര സർക്കാർ, വഖഫ് ബോർഡ്, വ്യക്തി നിയമ ബോർഡ് തുടങ്ങിയവർക്കാണ് നോട്ടീസ്. ശബരിമല യുവതീ പ്രവേശന വിധി നിലവിലുള്ളതുകൊണ്ട് മാത്രമാണ് ഹർജി പരിഗണിക്കുന്നതെന്ന് കോടതി വ്യക്തമാക്കി. പൂനെ സ്വദേശികളായ മുസ്ലിം ദമ്പതികൾ നൽകിയ ഹർജിയിൽ നോട്ടീസ് അയച്ച കോടതി വിശദമായ വാദം കേൾക്കാൻ തീരുമാനിച്ചു. മുസ്ലിം സ്ത്രീകൾ പള്ളിയിലല്ല വീടുകളിലാണ് പ്രാർത്ഥന നടത്തേണ്ടതെന്ന് സമസ്ത പ്രതികരിച്ചു. അടിയന്തര ഹൃദയ ശസ്ത്രക്രിയയ്ക്കായി മംഗലാപുരത്ത് നിന്ന് ആംബുലൻസിൽ കൊണ്ടുവന്ന പിഞ്ചുകുഞ്ഞിനെ കൊച്ചി അമൃത ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തിരുവനന്തപുരം ശ്രീചിത്ര ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനായിരുന്നു തീരുമാനമെങ്കിലും ആരോഗ്യമന്ത്രി ഇടപെട്ട് കൊച്ചിയിൽ ചികിത്സാ സൗകര്യം ഒരുക്കുകയായിരുന്നു. വെറും 5.5 മണിക്കൂർ കൊണ്ടാണ് ആംബുലൻസ് 400 കിലോമീറ്റർ സഞ്ചരിച്ച് കൊച്ചിയിലെത്തിയത്. കുഞ്ഞിന്റെ ആരോഗ്യനില ഗുരുതരമാണെന്നും 24 മണിക്കൂർ നിരീക്ഷണത്തിന് ശേഷമേ ശസ്ത്രക്രിയയുടെ കാര്യം തീരുമാനിക്കുകയുള്ളൂവെന്നും ഡോക്ടർമാർ വ്യക്തമാക്കി. പതിനഞ്ച് ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞിനെ വഹിച്ചുകൊണ്ട് ആംബുലൻസ് മംഗലാപുരത്തു നിന്നും യാത്ര ആരംഭിച്ചത് രാവിലെ 10:00-ഓടെ. 15 മണിക്കൂറിനുള്ളിൽ 600-ലധികം കിലോമീറ്റർ പിന്നിട്ട് തിരുവനന്തപുരം ശ്രീചിത്ര ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു ലക്ഷ്യം. പോലീസും സന്നദ്ധ സംഘടനാ പ്രവർത്തകരും ജില്ലകൾ തോറും ആംബുലൻസിന് വഴിയൊരുക്കി. ചൈൽഡ് പ്രൊട്ടക്ഷൻ ടീം ഫേസ്ബുക്കിൽ ആംബുലൻസ് മുന്നേറുന്നതിന്റെ ലൈവ് നൽകി. ആംബുലൻസ് തൃശൂർ പിന്നിട്ടതോടെ കുഞ്ഞിനെ അമൃത ആശുപത്രിയിലേക്ക് മാറ്റാൻ ആരോഗ്യമന്ത്രിയുടെ നിർദ്ദേശം. 4:30-ഓടെയാണ് ആംബുലൻസ് അമൃത ആശുപത്രിയിലെത്തിയത്. ദൗത്യം ഏറ്റെടുക്കുമ്പോൾ മനസ്സിലുണ്ടായിരുന്നു എത്തിക്കാൻ പറ്റുന്ന വിശ്വാസം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് അതിനുള്ള സപ്പോർട്ടും തന്നിരുന്നു. കുഞ്ഞിന്റെ ചികിത്സാ ചെലവ് സർക്കാർ ഏറ്റെടുക്കുമെന്നും ആരോഗ്യമന്ത്രി വ്യക്തമാക്കി. അപ്പോൾ അമൃതയിൽ എത്തിയ സ്ഥിതിക്ക് അവരെല്ലാം ഭംഗിയായിട്ട് നോക്കുന്നുണ്ട്. എന്തെങ്കിലും തരത്തിലുള്ള ഒരു ശ്രദ്ധ ശ്രീചിത്രയിൽ നിന്ന് വേണമെങ്കിൽ അത് അമൃതയിലെ ഡോക്ടർമാരും അവരുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് അതും നോക്കുന്നുണ്ട്. കുഞ്ഞിന്റെ ആരോഗ്യനില ഗുരുതരമാണെന്നും ഹൃദയ സംബന്ധമായ നിരവധി പ്രശ്നങ്ങളുണ്ടെന്നും പരിശോധനയ്ക്ക് ശേഷം ഡോക്ടർമാർ വ്യക്തമാക്കി. So there are two main problems the baby has. The baby also has an abnormal valve called the aortic valve. So because of this, the child is critically compromised and we are actually in the process of stabilizing the condition of the baby. 5.5 മണിക്കൂർ കൊണ്ട് 400 കിലോമീറ്റർ പിന്നിട്ടാണ് കുഞ്ഞിനെ കൊച്ചിയിലെ അമൃത ആശുപത്രിയിൽ എത്തിക്കാനായത്. ജനങ്ങളുടെ പൂർണ്ണ പിന്തുണ കൂടി ഉണ്ടായിരുന്നുകൊണ്ട് കാര്യങ്ങൾ എളുപ്പമായി. കൊച്ചിയിൽ നിന്നും ക്യാമറമാൻ ശ്യാംലാലിനൊപ്പം SS ശരൺ, ന്യൂസ് 18. തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിനിടെ ക്ഷേത്രത്തിലെ ഉച്ചഭാഷിണി ഓഫ് ചെയ്ത സംഭവത്തിൽ പരാതിയുമായി CPM-ഉം ക്ഷേത്ര ഭരണസമിതിയും. ഉത്സവം അലങ്കോലപ്പെടുത്താൻ CPM ശ്രമിച്ചെന്നാരോപിച്ച് കാട്ടാക്കട കാട്ടാൽ ക്ഷേത്ര ഭരണസമിതി തിരഞ്ഞെടുപ്പ് കമ്മീഷനും പോലീസിനും പരാതി നൽകി. മുഖ്യമന്ത്രിയുടെ പ്രസംഗം തടസ്സപ്പെടുത്താൻ ശ്രമിച്ചതിന് പിന്നിലെ RSS ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് CPM-ഉം ആവശ്യപ്പെട്ടു.
എന്താണ് അവിടെ ഇങ്ങനെ ഒരു പരിപാടി? മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിന് മൈക്ക് ഉപയോഗിക്കാനുള്ള അനുമതിയില്ലായിരുന്നുവെന്നാണ് കാട്ടാൾ ക്ഷേത്ര ഭരണസമിതിയുടെ ആരോപണം. ഉത്സവം അലങ്കോലപ്പെടുത്താൻ CPM ശ്രമിച്ചെന്നും ഭരണസമിതി. ശരണം വിളി കേട്ട സമയത്ത് മുഖ്യമന്ത്രി പ്രകോപിതനായി അവിടെ ഇരുന്ന MLA സംസാരിച്ചു. MLAയും കൂട്ടരും ഒക്കെ താഴെ ഇറങ്ങി വന്നതിന് ശേഷം അവരുടെ നേതൃത്വത്തിലാണ് ഈ പോസ്റ്റുകളിൽ കയറി ഇതൊക്കെ വലിച്ചൂരിയിട്ടത്. ഈ ക്ഷേത്രത്തിൽ ഉത്സവ സമയത്ത് സാധാരണ തോറ്റം പാട്ടാണ് കേൾപ്പിക്കുന്നത്. ഇതിനു പകരം ശരണം വിളി കേൾപ്പിച്ചത് ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും സമഗ്ര അന്വേഷണം വേണമെന്നും CPM ആവശ്യപ്പെട്ടു. ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളുടെ തീരുമാനം ലംഘിച്ചുകൊണ്ട് ആരാണ് ഈ ശരണമന്ത്രം കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് ഇടപെട്ടത്? ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചൊരു അന്വേഷണം നടക്കുമ്പോൾ കാര്യങ്ങൾ വ്യക്തമാകും. CPM-ഉം RSS-ഉമായി പലതവണ സംഘർഷമുണ്ടായിട്ടുള്ള മേഖലയാണിത്. ക്ഷേത്ര ഭരണസമിതി RSS-ന്റെ നിയന്ത്രണത്തിലുള്ളതുമാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. ചുറ്റിക അരിവാൾ നക്ഷത്രത്തിനും നെൽക്കതിർ അരിവാളിനും വോട്ട് ചെയ്യുന്നവർ ഒറ്റപ്രാവശ്യം കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് ചെയ്യണമെന്ന് AK ആന്റണി. മോദിയെ എതിർക്കുന്ന നട്ടെല്ലുള്ള ഒരേയൊരു നേതാവ് രാഹുൽ ഗാന്ധിയാണ്. നരേന്ദ്രമോദി ഭരണം അവസാനിപ്പിക്കാൻ കമ്മ്യൂണിസ്റ്റുകാരും ഇത്തവണ കൈപ്പത്തിക്ക് വോട്ട് ചെയ്യണം. ഇഷ്ടം പോലെ അസംബ്ലി തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തോളൂവെന്നും ആന്റണി ആലപ്പുഴയിൽ പറഞ്ഞു. ഇടതുപക്ഷ അനുഭാഗങ്ങളെ വോട്ടർമാരും പരമ്പരാഗതമായി അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിനും നെൽക്കതിർ അരിവാളിനും വോട്ട് ചെയ്യുന്നവരും ഈ തെരഞ്ഞെടുപ്പിൽ ഒറ്റ പ്രാവശ്യം